എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പിൽ പെട്ടുപോയി പങ്കാളികൾ അത് മനസ്സിലാക്കി പരസ്പരം സംസാരിച്ച് ഇരിക്കുമ്പോൾ അത് വിഷമകരമായൊരവസ്ഥയാണ്. എന്നാൽ ഇവിടെ രണ്ടു പേർക്കും മാരേജിനെ മുൻപോട്ട് കൊണ്ടുപോകണമെന്നുള്ള ഒരു ഗോൾ എത്തി നിൽക്കുമ്പോൾ ഇവരുടെ രണ്ടു പേർക്കും കുറേ ഇമോഷണൽ വൂൺസ് ഉണ്ട്. ചീറ്റ് ചെയ്ത വ്യക്തിക്ക് കുറേ ഗിൽറ്റ്, ഷെയിം, കമ്മിറ്റ്മെൻറ്റ് ബ്രേക്ക് ചെയ്തില്ലെന്നൊക്കെയുള്ളൊരു വിഷമം. ചീറ്റ് ചെയ്യപ്പെട്ട വ്യക്തിക്ക് ഡിപ്രഷൻ, ആൻസൈറ്റി, ട്രസ്റ്റ് ഇഷ്യൂസ്, ദേഷ്യം ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഇവിടെ മുമ്പോട്ട് പോകുമ്പോൾ അത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക എന്നുള്ളൊരു പ്രോസസ്സാണ്. ഒരു ദിവസം ഒന്ന് സോറി പറയുന്നതുകൊണ്ട് അത് ശരിയാവില്ല എന്ന് ഓർക്കുക. രണ്ട്, അവർ ഈ ചീറ്റ് ചെയ്ത വ്യക്തി അതിൻ്റെ ഉത്തരവാദിത്വം, റെസ്പോൺസിബിലിറ്റി അവർ തന്നെ ഏറ്റെടുക്കണം. നീ കാരണമാണ് അല്ലെ മറ്റൊരാൾ കാരണമാണ് എന്നൊന്നും പഴിക്കാതെ ഇരിക്കുക. മൂന്ന്, ഇവിടെ ആ അഫെയർ പൂർണ്ണമായിട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുക. ആ വ്യക്തിയുമായിട്ടുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിക്കുക. പിന്നുള്ളത് രണ്ടു പേർക്ക് കുറേ ഇമോഷണൽ വൂൺസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, അത് ഹീൽ ചെയ്യണം. ചെയ്യാതെ പോയാൽ മുൻപോട്ടുള്ളവരുടെ ജീവിതത്തിലും അത് പ്രയാസമുണ്ടാക്കും. അതിന് അവരൊരു പ്രൊഫഷണൽ കൗൺസിലിംഗ് സ്വീകരിക്കുന്നതും ഏറെ സഹായകരമായിരിക്കും.